ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിംഗ്വ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് SCERT ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 9th സ്റ്റാൻഡേർഡ് യൂണിറ്റ് 3 ഫസ്റ്റ് ചാപ്റ്റർ ഒരു ബ്യൂട്ടിഫുൾ പോയമാണ്. സീ ഫീവർ. പോയം എഴുതിയിരിക്കുന്നത് ജോൺ മാൻസ്ഫീൽഡ് എന്ന് പറഞ്ഞ പോയിറ്റാണ്. ഈ കവിതയിൽ നമ്മൾ കാണുന്നത് കടലിനെ സ്നേഹിക്കുന്ന ഒരു നാവികൻ്റെ കഥയാണ്. സീ ഫീവർ, കടലിലേക്ക് തിരിച്ചു പോകാനുള്ള അദ്ദേഹത്തിൻ്റെ ശക്തമായ ആഗ്രഹം നമുക്ക് ഈ കവിതയിലെ വരികളിൽ കാണാനായിട്ട് സാധിക്കും. സീ ഫീവർ, സമുദ്രപ്പനി. നമുക്ക് ടൈറ്റിൽ തന്നെ കാണാം സമുദ്രത്തോടുള്ള ആ ഒരു ഡീപ്പ് ഡിസയർ, അല്ലെങ്കിൽ വളരെ ആഴമായൊരു പാഷൻ ഈ റൈറ്ററിന് അല്ലെങ്കിൽ ഈ പോയിറ്റിന് ഈ വരികളിലൂടെ നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് കവിതയിലേക്ക് കടക്കാം. I must go down to the seas again, to the lonely sea and the sky. ഇവിടെ അദ്ദേഹം പറയുന്നത് എനിക്ക് തിരിച്ചു പോകണമെന്നാണ്, എനിക്ക് കടലിലേക്ക് തിരിച്ചു പോകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഡീപ്പ് ഡിസയറാണ് കാണിക്കുന്നത്. എങ്ങനെയുള്ള സീനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്? ലോൺലി സീ എന്നാണ്. ഏകാന്തമായ കടലിലേക്കും അതെ ആകാശത്തിലേക്കും എനിക്ക് തിരിച്ചു പോകണമെന്നാണ് ഇവിടെ പോയറ്റ് പറയുന്നത്. ആൻഡ് ഐ ഷൽ ആസ്ക് ഈസ് എ ടോൾ ഷിപ്പ് ആൻഡ് എ സ്റ്റാർ ടു steer her by. ഞാൻ ആകെ ചോദിക്കുന്നത് എന്താണ്? ഒരു ടോളായിട്ടുള്ളൊരു ഷിപ്പും അതേപോലെ ഒരു സ്റ്റാർ ടു സ്റ്റീർ എന്ന വാക്കിൻ്റെ അർത്ഥം ഗൈഡ് എന്നാണ്. എൻ്റെ കപ്പലിനെ നയിക്കാനായിട്ട് ഒരു 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 നക്ഷത്രവും അതേപോലെ ഒരു ടോൾ ഷിപ്പുമാണ് എനിക്ക് വേണ്ടത്. നമുക്ക് ഹിസ്റ്റോറിക്കലി നമുക്കറിയാം, പണ്ട് കടലിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നവർ കടലിലെ ദിശ മനസ്സിലാക്കിയിരുന്നത് സ്റ്റാറിൻ്റെ പൊസിഷൻ, ആകാശത്തിലെ സ്റ്റാറിൻ്റെ പൊസിഷൻ നോക്കിയിട്ടാണ്. നോർത്ത് സ്റ്റാറൊക്കെ പ്രധാനപ്പെട്ട സ്റ്റാറുകളാണ്. നോർത്ത് സ്റ്റാറിൻ്റെ പൊസിഷൻ നോക്കിയാണ് ഡയറക്ഷൻ നിശ്ചയിക്കുന്നത്. എവിടെയാണ് നോർത്ത് സൈഡ് വരുന്നതെന്ന് നിശ്ചയിച്ചുകൊണ്ടിരുന്നത് നോർത്ത് സ്റ്റാറിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ പൊസിഷൻ നോക്കിയിട്ടാണ്. അപ്പോൾ എനിക്ക് ആകെ വേണ്ടത്, നമ്മുടെ കവിക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്പീക്കറിനാകെ വേണ്ടത് ഒരു വലിയ ഷിപ്പും എൻ്റെ ഷിപ്പിനെ നയിക്കാനായിട്ടുള്ള ഒരു സ്റ്റാറുമാണ്. Okay, and the wheels kick and the wind strong white snails shaking. Okay, അദ്ദേഹം ക്രേവിയാണ്, ഭയങ്കര ക്രേവിങ് ആണ് അദ്ദേഹത്തിൻ്റെ. എന്തിനുള്ള ഒരു ഫീലിംഗ്, കടലിൽ യാത്ര ചെയ്യുന്നുള്ള ഫീലിംഗ്. അവിടെ അദ്ദേഹത്തിന് എന്ത് കാണണം? ആ വീൽസ് കിക്ക് ചെയ്യുന്നത് കാണണം. അതേപോലെ കാറ്റ് വീശുമ്പോഴുണ്ടാക്കുന്ന ആ പാട്ട് പോലത്തെയുള്ള ആ ഒരു അനുഭവം ഉണ്ടല്ലോ, അത് അദ്ദേഹത്തിന് ഫീൽ ചെയ്യണം. അതേപോലെ വൈറ്റ് സ്നെയിൽ എന്ന് പറയുന്ന ആ വൈറ്റ് ഫാബ്രിക്കാണ്, ഒരു തുണി നമ്മുടെ മാസ്റ്റിൽ കെട്ടി വെച്ചിട്ടാണല്ലോ ഷിപ്പ് മുന്നോട്ട് പോകുന്നത്. ആ മാസ്റ്റിൻ്റെ അല്ലെങ്കിൽ കാറ്റ് പിടിച്ചിട്ടാണ് കപ്പൽ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റത്തെ അദ്ദേഹത്തിന് കാണണം, അത് ഫീൽ ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ദ ഗ്രേ മിസ്റ്റ് ഓൺ ദ സീസ് ഫേസ് ആൻഡ് ദ ഗ്രേ ഡോൺ ബ്രേക്കിംഗ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് സമുദ്രത്തിൻ്റെ മുഖത്ത് പറ്റി പിടിച്ചിരിക്കുന്ന നരച്ച മഞ്ഞ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ സമുദ്രത്തിൽ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ചെയ്യണം ആ ബ്യൂട്ടി, എന്തിൻ്റെ ആ ഒരു മൂടൽമഞ്ഞ്, സമുദ്രത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ആ മൂടൽമഞ്ഞിൻ്റെ ബ്യൂട്ടി അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് പറയുന്നത്. മിസ്റ്റ് എന്ന് വെച്ചാൽ മൂടൽമഞ്ഞെന്നാണ്. ആൻഡ് ദ ഗ്രേ ഡോൺ ബ്രേക്കിംഗ്, അതേപോലെ സമുദ്രത്തിലുള്ള പ്രഭാതം, അതിന് വളരെ ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ഇതൊക്കെ ഒന്നുകൂടെ കാണാനായിട്ടുള്ള ഒരു ഡീപ്പ് ഡിസയർ നമുക്ക് ഈ വരികളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ ഫോർ ദ കോൾ ഓഫ് ദ റണ്ണിങ് ടൈഡ്. അതായത് എനിക്ക് ഒന്നുകൂടെ കടലിലേക്ക് പോകണം. അദ്ദേഹത്തിന് ഭയങ്കര ഒരു ഫീലിംഗ് വരുവാണ്. അത് തടയാനാകാതെ, പ്രതിരോധിക്കാനാകാത്ത ഒരു വിളി, കടലിൻ്റെ ഒരു വിളി, സമുദ്രത്തിൻ്റെ തിരമാലകളുടെ ഒരു വിളി അദ്ദേഹത്തിന് കിട്ടുവാണ്, തിരിച്ച് കടലിലേക്ക് പോകാനായിട്ടുള്ള. ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ ഫോർ ദ കോൾ ഓഫ് ദ റണ്ണിങ് ടൈഡ്. എന്താണ് അദ്ദേഹം തിരിച്ച് വിളിക്കുന്നത്? അലയടിക്കുന്ന തിരമാലകൾ അദ്ദേഹത്തെ തിരിച്ച് വിളിക്കുന്നത് പോലത്തെ ഒരു ഫീലിംഗ് അദ്ദേഹത്തിന് തോന്നുവാണ്. ഈസ് എ വൈൽഡ് കോൾ ആൻഡ് എ ക്ലിയർ കോൾ ദാറ്റ് മേ നോട്ട് ബി ഡിനൈഡ്. ഓക്കെ, അത് ഒരു വന്യമായിട്ടുള്ളൊരു വിളിയായിരിക്കാം, അല്ലെങ്കിൽ വളരെ നോർമലായിട്ടുള്ളൊരു വിളിയായിരിക്കാം. പക്ഷേ അതെനിക്ക് ഡിനൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, എനിക്ക് പ്രതിരോധിക്കാനോ നിരസിക്കാനോ പറ്റുന്നില്ല. അത്ര ഡീപ്പായിട്ട്
ഒരു ഡിസയർ, ഒരു വിളി, ഒരു ഫീലിംഗ് കടലിലേക്ക് പോകാനായിട്ടുള്ള അദ്ദേഹത്തിന് ഫീൽ ചെയ്യുവാണ്. ആൻഡ് ഓൾ ഐ ആസ്ക് ഈസ് എ വിൻഡി ഡേ ആൻഡ് ദ വൈറ്റ് ക്ലൗഡ്സ് ഫ്ലൈങ്. ഞാൻ ആകെ ചോദിക്കുന്നത് എന്താണ്, എനിക്ക് ആകെയുള്ള ആഗ്രഹം എന്താണ്, എനിക്കൊരു കാറ്റുള്ളൊരു ദിവസം, കടലിലൊരു കാറ്റുള്ളൊരു ദിവസം, കടലിലെ ആ വൈറ്റ് ക്ലൗഡ്സ്, പറക്കുന്ന ക്ലൗഡ്സ് ഉള്ള ഒരു ആകാശം, ഇതൊക്കെയാണ് ഞാൻ ആകെ ചോദിക്കുന്നത്. എനിക്ക് ലൈഫിൽ അവസാനമായിട്ട് വേണ്ടത് ഇത് മാത്രമാണ് എന്നാണ് കവി പറയുന്നത്. ആൻഡ് ദ ഫ്ലങ് സ്പ്രേ ആൻഡ് ദ ബ്ലോൺ സ്പ്യൂം ആൻഡ് ദ സീ ഗൾസ് ക്രൈങ്. അദ്ദേഹത്തിന് ഓഷനിൽ പോയിട്ട് എന്തൊക്കെയാണ് കാണേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ലോങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നത് എന്തൊക്കെ കാണാനായിട്ടാണ്? ഫ്ലങ് സ്പ്രേ എന്ന് വെച്ചാൽ തിരമാലകൾ വായുവിലേക്ക് എറിയുന്ന വെള്ളത്തുള്ളികൾ, അത് അദ്ദേഹത്തിന് കാണണം. അതുപോലെ ബ്ലൗൺ സ്പ്യൂം എന്ന് വെച്ചാൽ സമുദ്രത്തിൽ തിരമാലകൾ സൃഷ്ടിക്കുന്ന വെളുത്ത നുരകൾ, പതയും നുരയൊക്കെ ഉണ്ടാവുമല്ലോ, അതാണ് ബ്ലൗൺ സ്പ്യൂം എന്ന് പറയുന്നത്. അതേപോലെ സീഗൾസ് ക്രൈങ്, കടൽക്കാക്കകൾ കരയുന്നത് കേൾക്കണം. ഓക്കെ, എല്ലാ സെൻസേഷനെ ഉണർത്തുന്ന പല കാര്യങ്ങൾ കടലിലുണ്ട്. അത് ഇതേപോലെ വെള്ളത്തുള്ളികൾ, തിരമാലകൾ അലയടിക്കുമ്പോൾ ഉണ്ടാകുന്ന വെള്ളത്തുള്ളികൾ, നുരയും പതയും, തിരമാലകൾ ഉണ്ടാക്കുന്ന നുരയും പതയും, അതേപോലെ കടൽക്കാക്കകൾ, ഇതൊക്കെ അദ്ദേഹത്തിന് ഒന്നുകൂടെ കാണണം കടലിൽ പോയിട്ടെന്നാണ് അദ്ദേഹം ഇവിടെ വിവരിക്കുന്നത്. അടുത്ത സ്റ്റാൻസ നോക്കാം. ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ ടു ദ വാഗ്രന്റ് ജിപ്സി ലൈഫ്. എനിക്ക് തിരിച്ച് കടലിലേക്ക് പോകണം. എങ്ങനെയുള്ള ലൈഫായിരുന്നു കടലിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നത്? ഒരു അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നാടോടിയുടെ ജീവിതമായിരുന്നു, ഒരു സാധാരണ ജീവിതമല്ലായിരുന്നു. ഒരു തരത്തിലുള്ള കൺട്രോളും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഭൂമിയിലെ പോലെ അല്ലെങ്കിൽ കരയിലെ പോലെ അധികം റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഷിപ്പ്, സമുദ്രത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നൊരു ലൈഫ് അദ്ദേഹത്തിന് നയിക്കാൻ സാധിക്കും കടലിൽ. അതാണ് അദ്ദേഹത്തിന് തിരിച്ചു വേണ്ടത്. To the gulls way and the whales way where the winds like a whetted knife. എങ്ങനെയാണ് അദ്ദേഹത്തിന് യാത്ര ചെയ്യുന്നത്? ഇതുവഴിയാണ് കടലിലേക്കും തിരമാലകളുടെയും പാത, അദ്ദേഹത്തിന് കടൽക്കാക്കകളുടെയും അതേപോലെ തിരമാലകളുടെയും പാത പിന്തുടരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അവിടെ എന്തുണ്ട്? കാറ്റടിക്കുന്നുണ്ട്. കാറ്റ് വീശുന്നത് എങ്ങനെയാണ് അദ്ദേഹം വിവരിക്കുന്നത്? കൂർത്ത കത്തി പോലെ കാറ്റ് വീശുന്നു എന്നാണ്. വിൻഡ് ലൈക്ക് എ വെറ്റഡ് നൈഫ്, കൂർത്ത കത്തി പോലെ ശക്തമായ കാറ്റ് വീശുന്നു. ഓക്കെ, അദ്ദേഹത്തിന് ആരുടെ പാത പിന്തുടരുമെന്നാണ് പറയുന്നത്? ഗൾസിൻ്റെയും കടൽക്കാക്കകളുടെയും അതേപോലെ തിമിംഗലത്തിൻ്റെയും പാത പിന്തുടരണം. അവിടെ എന്തുണ്ടെന്നാണ് പറയുന്നത്? കാറ്റ് കൂർത്ത കത്തി പോലെ വീശുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഓൾ ഐ ആസ്ക് ഇസ് എ മെറി യാൺ ഫ്രം എ ലാഫിംഗ് ഫെല്ലോ റോവർ. അദ്ദേഹത്തിന് പിന്നെ വേണ്ടത് എന്താണ്? സഹയാത്രികരുടെ കൂടെ നല്ല കഥയൊക്കെ പറഞ്ഞ് ഒരു സഹയാത്രികൻ വേണം. ഹി വിഷസ് ഫോർ എ ചിയർഫുൾ, ഒരു വിഷ് ചെയ്യുന്നത് ഒരു ചിയർഫുൾ കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു കഥ പറച്ചിലൊക്കെയാണ്. ഓക്കെ, ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സഹയാത്രികൻ്റെ കൂടെ ഇരുന്ന് കഥ പറഞ്ഞ് നല്ല കോൺവെർസേഷനിൽ ഏർപ്പെട്ട് യാത്ര ചെയ്യണം എന്നാണ് അദ്ദേഹം, കടലിൽ യാത്ര ചെയ്യണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ആൻഡ് എ ക്വയറ്റ് സ്ലീപ്പ് ആൻഡ് എ സ്വീറ്റ് ഡ്രീം when the long trip is over. ഓക്കെ, അതേപോലെ അവസാനം അദ്ദേഹത്തിന് വേണ്ടത് എല്ലാ ഈ സീ അഡ്വെഞ്ചേഴ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും, ഈ സീയിലുള്ള യാത്ര കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ലീപ്പും നല്ല സ്വീറ്റ് ഡ്രീംസും ഒക്കെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ടെക്സ്റ്റുവൽ ആക്ടിവിറ്റീസാണ് അടുത്ത ടീച്ചറിനുള്ളത്. ടെക്സ്റ്റുവൽ ആക്ടിവിറ്റീസിൽ ഫസ്റ്റ് ആക്ടിവിറ്റി ലെറ്റ്സ് റിവൈൻഡ് ആൻഡ് റിജോയ്സ്. ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ സ്പീക്കർ ഇൻ ദ പോയം? പോയത്തിലെ സ്പീക്കർ ആരാന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്പീക്കർ ഇസ് എ സെയിലർ ഹു ലോങ്സ് ടു റിട്ടേൺ ടു ദ സീ. സ്പീക്കർ ഒരു നാവികനാണ്. നമുക്ക് പോയത്തിന്ന് ഇത് ഭയങ്കര ക്ലിയറാണ്. വാട്ട് ഈസ് ദ ഡിസയർ? വാട്ട് ഡിസയർ ഡസ് ദ സ്പീക്കർ എക്സ്പ്രസ്? എന്ത് ആഗ്രഹമാണ് സ്പീക്കർ എക്സ്പ്രസ് ചെയ്യുന്നത്? സ്പീക്കർ എക്സ്പ്രസ്സസ് എ സ്ട്രോങ് ഡിസയർ ടു ഗോ ബാക്ക് ടു ദ സീ ആൻഡ് സെയിൽ അഗെയിൻ. തേർഡ് ക്വസ്റ്റ്യൻ, മെൻഷൻ ദ തിങ്സ് ദ സ്പീക്കർ നീഡ്സ് ടു ഫുൾഫിൽ ഹിസ് ഡിസയർ. എന്തൊക്കെ സാധനങ്ങളാണ് സ്പീക്കറിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാനായിട്ട് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ളത്? ദ സ്പീക്കർ മെൻഷൻസ് നീഡിങ് എ ടോൾ ഷിപ്പ്, എ സ്റ്റാർ ടു ഗൈഡ് ഹിം ആൻഡ് എ വിൻഡ് സോങ്. അദ്ദേഹത്തിന് വേണ്ടത് ഒരു ടോൾ ഷിപ്പാണ്, അതേപോലെ ഒരു സ്റ്റാർ അദ്ദേഹത്തിന് ഗൈഡ് ചെയ്യാനായിട്ട്, അതേപോലെ വിൻഡിൻ്റെ പാട്ട് കേട്ട് ട്രാവൽ ചെയ്യണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ,
Pick out the word or expression that conveys sensory experience in the first stanza. ഓക്കെ, സെൻസറി എക്സ്പീരിയൻസ് കൊടുക്കുന്നത്, അതായത് സെൻസസിനെ ഉണർത്തുന്ന തരത്തിലുള്ള എക്സ്പീരിയൻസ് കൊടുക്കുന്ന എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ വേർഡ്സ് പോയത്തിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. വേർഡ്സ് ലൈക്ക് വിൻ സോങ്, വൈറ്റ് സ്നെയിൽ ആൻഡ് ഗ്രേ മിസ്റ്റ്. ഇങ്ങനത്തെ എക്സ്പ്രഷൻസാണ് സെൻസറി എക്സ്പീരിയൻസ് ഉണർത്തുന്നത്. എന്തൊക്കെ തരത്തിലുള്ള സെൻസറി എക്സ്പീരിയൻസ് ആണ്? ഹിയറിങ്, സൈറ്റ്, ടച്ച്. വിൻ സോങ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഹിയറിങ് എക്സ്പീരിയൻസ് ആണ് നമുക്കവിടെ കിട്ടുന്നത്. വൈറ്റ് സ്നെയിൽ, നമുക്കൊരു കണ്ണുകൊണ്ട് കാണുന്ന ഒരു എക്സ്പീരിയൻസ് പോയം വായിക്കുമ്പോഴത്തേക്കും സെൻസറി എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഗ്രേ മിസ്റ്റ്, അത് ഫീൽ ചെയ്യുന്നത്, ടച്ച് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ്. ഗ്രേ മിസ്റ്റ് എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ. വൈ ഡസ് ദ സ്പീക്കർ വാണ്ട് ടു ഗോ ബാക്ക് ടു ദ സീ? എന്തുകൊണ്ടാണ് സ്പീക്കറിന് സീയിലേക്ക്, തിരിച്ച് കടലിലേക്ക് പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ്? ദ സ്പീക്കർ വാണ്ട്സ് ടു റിട്ടേൺ ബിക്കോസ് ഓഫ് ഹിസ് ഡീപ്പ് ലവ് ഫോർ ദ സീ ആൻഡ് ദ ഫ്രീഡം ഇറ്റ് ഓഫേഴ്സ്. അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത് ആഴമായ അദ്ദേഹത്തിൻ്റെ കടലിനുള്ള സ്നേഹവും അതേപോലെ സീ കടൽ തരുന്ന ഫ്രീഡവും ആണ് അദ്ദേഹത്തെ തിരിച്ച് കടലിലേക്ക് പോകാൻ ഉള്ള പ്രചോദനം നൽകുന്നത്. വാട്ട് ക്ലൈമറ്റ് ഡസ് എ സെയിലർ പ്രിഫർ ഫോർ ദ വോയേജ്? എങ്ങനത്തെ ക്ലൈമറ്റാണ് പോയത്തിൽ പറയുന്ന നാവികൻ പ്രിഫർ ചെയ്യുന്നത്? ദ സെയിലർ പ്രിഫേഴ്സ് വിൻഡി ക്ലൈമറ്റ്. ഇങ്ങനെ വിൻഡി ആയിട്ടുള്ള ക്ലൈമറ്റാണ്. വിത്ത് റഫ് സീസ് ആൻഡ് സ്കൈസ് ആൻഡ് ഇറ്റ് മേക്സ് ദ ജേർണി എക്സൈറ്റിംഗ്. അദ്ദേഹത്തിന് കുറച്ചും കൂടി അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ജേർണിയാണ് ഇഷ്ടം. റഫ് സീസും അതുപോലെ സ്കൈയും ആണ് അദ്ദേഹത്തെ ജേർണീനെ എക്സൈറ്റ് ആക്കാൻ പോകുന്നത്. Why does the poet, 7th question, why does the poet compare the wind to the whetted knife? കൂർത്ത കത്തിയുമായിട്ട് വിൻഡിനെ കമ്പയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പോയറ്റ്? The poet compares the wind to a sharp knife to show how cold and cutting it feels on the sailor's skin. അദ്ദേഹം കാറ്റിനെ കൂർത്ത കത്തിയുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ആ ഒരു ഫീലിംഗ് തരാനായിട്ടാണ്. അതായത് കപ്പലിൽ ഓഷനിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ, സീയിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും കാറ്റ് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം കൂർത്ത കത്തി പോലെയാണെന്ന് സൂചിപ്പിക്കാനായിട്ടാണ് അദ്ദേഹം വെറ്റഡ് നൈഫായിട്ട് വിൻഡിനെ കമ്പയർ ചെയ്യുന്നത്. ഹൗ ഡസ് എ സ്പീക്കർ വിഷ് ഹിസ് ജേർണി ടു എൻഡ്? എങ്ങനെ അദ്ദേഹത്തിൻ്റെ യാത്ര എൻഡ് ചെയ്യണമെന്നാണ് പോയിട്ട് ആഗ്രഹിക്കുന്നത്? ദ സ്പീക്കർ വിഷസ് ഫോർ എ പീസ്ഫുൾ എൻഡ് ടു ഹിസ് ജേർണി ലൈക്ക് എ ക്വയറ്റ് സ്ലീപ്പ് ആഫ്റ്റർ എ ലോങ് ഡേ. അദ്ദേഹം ഒരു പീസ്ഫുൾ എൻഡാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെ? ഒരു ക്വയറ്റ് സ്ലീപ്പ്, ഒരു കഠിന പ്രയത്നം ചെയ്ത ഒരു ദീർഘമായൊരു ദിവസത്തിൻ്റെ അവസാനം പോലെ, അവസാനത്തെ ഒരു ക്വയറ്റ് സ്ലീപ്പ്, ഒരു ശാന്തമായ ഉറക്കം പോലെയുള്ളൊരു അവസാനമാണ് അദ്ദേഹത്തിൻ്റെ ജേർണിക്ക് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഹൗ ഡസ് ദ പോയം എക്സ്പ്ലോർ ദ ഐഡിയ ഓഫ് ക്ലിയർ കോൾ മെൻഷൻഡ് ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ? ക്ലിയർ കോൾ എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ സെക്കൻഡ് സ്റ്റാൻസയിൽ വരുന്നുണ്ട്. അതെങ്ങനെയാണ് പോയത്തിൻ്റെ ഒരു തീമിനെ എങ്ങനെയാണത് തീമുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ദ ക്ലിയർ കോൾ സിംബലൈസസ് ദ ഇറസിസിബിൾ പുൾ ദ സീ ഹാസ് ഓൺ ദ സ്പീക്കർ, എ കോൾ ഹി ഫീൽസ് ഡീപ്പ് ഇൻസൈഡ് അർജിങ് ടു റിട്ടേൺ. അദ്ദേഹത്തിന് ക്ലിയർ കോൾ എന്ന് പറയുന്ന വാക്കുകൊണ്ട് എക്സ്പ്രഷൻ കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പോയറ്റിന് തിരിച്ച് കടലിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു ഉള്ളിൽ നിന്നുള്ള ഡീപ്പ് ഡിസയർ ഒക്കെയാണ് അതിൽ കാണിക്കുന്നത്. എ കോൾ ഹി ഫീൽസ് ഡീപ്പ് ഇൻസൈഡ് ആൻഡ് അർജിങ് ഹിം ടു റിട്ടേൺ, തിരിച്ചു പോകാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏർജ് ആണ് ആ ലൈൻസിലുള്ളത്. വാട്ട് ഇസ് ദ സ്പീക്കർ ലൈക്ക് അബൌട്ട് ദ വാഗ്രന്റ് ജിപ്സി ലൈഫ്? എന്താണ് സ്പീക്കറിന് ഇഷ്ടപ്പെടുന്നത്? ആ നാടോടി ലൈഫ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് എന്താണ്? അതിലെന്താണ് അദ്ദേഹം കാണുന്നത്? ദ സ്പീക്കർ എൻജോയ്സ് ദ ഫ്രീഡം, അഡ്വഞ്ചർ, സ്വാതന്ത്ര്യം, അതേപോലെ സാഹസികത, പ്രവചിക്കാനാവാത്ത രീതിയിലുള്ള ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഓഫ് ലൈഫ് ഓഫ് എ വാണ്ടറർ. അലഞ്ഞിരുന്ന് നടക്കുന്ന ഒരു ജിപ്സിയുടെ ലൈഫിൻ്റെ ഒരു പ്രത്യേകതകൾ, ഫ്രീഡം ഉണ്ട്, അഡ്വഞ്ചറസ് ആണ്, അൺപ്രഡിക്റ്റബിളാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഒരു സീയിലേക്ക് പോകാനായിട്ട് ആ ഒരു ലൈഫിനെ അദ്ദേഹത്തെ ആകർഷിക്കുന്നത്. How does the poem highlights the theme of friendship and shared experience? എങ്ങനെയാണ് പോയം ഫ്രണ്ട്ഷിപ്പും അതേപോലെ ഷെയർഡ് എക്സ്പീരിയൻസിൻ്റെ തീം ഹൈലൈറ്റ് ചെയ്യുന്നത്? Okay. In the
In Sea Fever, the poet talks about the life at the sea, but friendship and shared experience can be seen in the line, I must go down to the seas again to vagrant gypsy life. ഈ ലൈനിൽ നമുക്ക് ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ, എനിക്ക് ഒന്നുകൂടെ സീയിലേക്ക് പോകണം, എങ്ങനത്തെ ലൈഫ്, ഒരു വാഗ്രൻറ്റ് ജിപ്സി ലൈഫിലേക്ക് എനിക്ക് തിരിച്ചു പോകണം എന്നുള്ള ലൈനാണ്. നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് അതേപോലെ ഷെയർഡ് എക്സ്പീരിയൻസ് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു തീം വരുന്നത്. ദ വേർഡ് ജിപ്സി ലൈഫ് സജസ്റ്റ് എ വാണ്ടറിങ് ലൈഫ്. ജിപ്സി ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു വാണ്ടറിങ് ലൈഫാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓഫൺ ഷെയർഡ് വിത്ത് അതർ ട്രാവലേഴ്സ്. ജിപ്സീസിൻ്റെ ലൈഫ് അവർ ഒരുമിച്ചാണ് ട്രാവൽ ചെയ്യുന്നത്. ഒരു ടുഗെദർനെസ്, a sense of togetherness is there in the life of gypsies. Also, sailors often work together as a team, sharing adventures and hardship. Sailors എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സെയിലേഴ്സ് ആയിരിക്കും ഒരു ഷിപ്പിലുണ്ടാവുക. അവരൊരുമിച്ച് ഒരു ജിപ്സി വാഗ്രൻറ്റ് ടൈപ്പ് ഓഫ് ലൈഫാണ് ലീഡ് ചെയ്യുന്നത്. Pick out the words, activity number 2. Pick out the words and expressions from the poem that portray the poet's longing for the liberating life at the sea and his sense of adventure. ഒരു ലോങ്ങിങ്, ലിബറേറ്റിംഗ് ലൈഫ്, അതായത് ഫ്രീ ആയിട്ടുള്ള ഒരു ഫ്രീഡം ഉള്ള ഒരു ലൈഫിൻ്റെ ലോങ്ങിങ് കാണിക്കുന്ന കൈൻഡ് ഓഫ് ലൈൻസ് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് അഡ്വഞ്ചർ, ലിബറേറ്റിംഗ് ലൈഫ് അറ്റ് സീ, ഇങ്ങനെ ഒരു ഐഡിയ ഒക്കെ വരുന്ന ഒരു ലൈൻസ് കണ്ടുപിടിക്കാനായിട്ടാണ് ആൻസർ വരുന്നത്. ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ, എനിക്കൊന്നുകൂടെ സീയിലേക്ക് പോകണം എന്നുള്ളൊരു ലൈൻ അവിടെ കാണിക്കുന്നത്. സ്ട്രോങ് ഡിസയർ ടു റിട്ടേൺ ടു ദ സീ, സീയിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു സ്ട്രോങ് ഡിസയർ ആണ് അവിടെ നമുക്ക് കാണുന്നത്. ദ ലോൺലി സീ ആൻഡ് ദ സ്കൈ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫ്രീഡം, ഓപ്പൺനെസ് ഒക്കെയാണ്. ദ വീൽ കിക്ക് ആൻഡ് ദ വിൻ സോങ് ഇവിടെ ഒരു പോർട്രേ ചെയ്യുന്നത് ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചറസ് ആറ്റിറ്റ്യൂഡാണ് സീയിലേക്ക് പോകാനായിട്ടുള്ള. എ വൈൽഡ് കോൾ ആൻഡ് എ ക്ലിയർ കോൾ ഇവിടെ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഡീപ്പ്, അതെങ്കിൽ തടയാനാവാത്ത ഒരു പുള്ളാണ്, ഒരു അഡ്വഞ്ചറസ് ലൈഫിലേക്കുള്ള ഒരു പുള്ളാണ് ഇവിടെ കാണിക്കുന്നത്. Activity 3. Imagine you are in a hot air balloon carrying images from the poem Sea Fever. Fly up and adorn the clouds with appropriate imagery from the poem. Sea Feverൽ ഒരുപാട് ഇമേജറി വരുന്നുണ്ട്. ഇവിടെ നമ്മൾ 3 ഇമേജറിയുടെ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വിഷ്വൽ ഇമേജസ്, ഓഡിറ്ററി ഇമേജസ് ആൻഡ് ടാക്ടൈൽ ഇമേജസ്. വിഷ്വൽ ഇമേജസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സൈറ്റിലെ സെൻസറി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഓഡിറ്ററി ഇമേജസ് നമ്മുടെ ഹിയറിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ടാക്ടൈൽ ഇമേജസ് ടച്ചിനാണ് നമ്മൾ കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വിഷ്വൽ ഇമേജസ് എക്സാമ്പിൾ ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ലോൺലി സീ ആൻഡ് ദ സ്കൈ ഒരു എക്സാമ്പിൾ ഓൾറെഡി ഉണ്ട്. സോ ലെറ്റ് സീ 2-3 എക്സാമ്പിൾ കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. ഫസ്റ്റ്, എ ഗ്രേ മിസ്റ്റ് ഓൺ ദ സീസ് വേസ്. അവിടെ നമുക്കൊരു ഫോഗി പിക്ചർ ആണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു വിഷ്വൽ ഇമേജ് കിട്ടുന്നുണ്ട്. ഒരു മിസ്റ്റീരിയസ് സീസ്കേപ്പിൻ്റെ ഒരു ഫോഗി പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് വരും. ദ വൈറ്റ് സ്നെയിൽസ് ഷേക്കിംഗ്, ഫ്ലട്ടർ ഓഫ് ദ സെയിൽ, ആ ഒരു സെയിലിൻ്റെ ഒരു പറക്കുന്ന സെയിലിൻ്റെ ഒക്കെ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഇമേജിന് സാധിക്കുന്നുണ്ട്. ദെൻ ടാക്ടൈൽ ഇമേജറി ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലങ് സ്പ്രേ, ടച്ചിന് ഉണർത്തുന്ന സെൻസറി എക്സ്പീരിയൻസ് വരുന്നത്. എ വീൽസ് കിക്ക് ആൻഡ് വിൻ സോങ്, അത് നമ്മുടെ ഒരു ഫിസിക്കൽ ഫോഴ്സാണ് വരുന്നത്. സെൻസ് ഓഫ് ഫിസിക്കൽ ഫോഴ്സ് ഓഫ് സ്റ്റിയറിംഗ് ഓഫ് ഷിപ്പ് ആൻഡ് ദ സെൻസേഷൻ ഓഫ് വിൻഡ് ഓൺ ദ സ്കിന്നിൽ ഒരു വിൻഡിൻ്റെ ഫീലിംഗ് നമുക്ക് ആ ഒരു ലൈൻസ് വായിക്കുമ്പോൾ കിട്ടും. അതാണ് ടാക്ടൈൽ ഇമേജറി അവിടെ നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. എ സ്റ്റാർ ടു സ്റ്റിയർ ഹർ ബൈ, അതിൻ്റെ ഒരു കണക്ട്സ് വിത്ത് ദ കോൾഡ് ഡിസ്റ്റൻറ്റ് ഫീൽ ഓഫ് നാവിഗേഷൻ ബൈ സ്റ്റാർലൈറ്റ്. ആ സ്റ്റാർലൈറ്റ് നയിക്കുന്ന ഷിപ്പിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് സ്കിന്നിൽ കിട്ടുന്ന ഒരു ഫീലിംഗ് വരും. ഒരു ആ നൈറ്റിൽ, ആ കോൾഡ് നൈറ്റിൽ നമ്മൾ സ്റ്റാർ ലീഡ് ചെയ്യുന്ന ഒരു യാത്ര, ആ ഒരു ഫീലിംഗ്. ഓക്കെ, അതും ഒരു എക്സാമ്പിളാണ് ടാക്ടൈൽ ഇമേജറി. ദെൻ ഓഡിറ്ററി ഇമേജറി ഒരു നമ്മൾ ഹിയറിംഗ് എക്സ്പീരിയൻസിനെ ഉണർത്തുന്ന ടൈപ്പാണ്. ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, മെറി യാൺ. ദെൻ നമ്മൾ 2-3 കൂടെ കണ്ടുപിടിക്കണം. ദ വീൽസ് കിക്ക് ആൻഡ് ദ വിൻ സോങ്, നിങ്ങൾക്കൊരു ദ സൗണ്ട് ഓഫ് ദ ഷിപ്സ് വീൽ ആൻഡ് ദ വിൻ ബ്ലോയിങ്, ആ കാറ്റ് വീറ്റുന്ന ശബ്ദവും അതേപോലെ വീല് മൂവ് ചെയ്യുന്നതിൻ്റെ ശബ്ദമൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാനായിട്ട് പറ്റും. ദ കോൾ ഓഫ് ദ റണ്ണിങ് ടൈഡ്, റണ്ണിങ് ടൈഡിൻ്റെ കോൾ എന്നാണ് പറയുന്നത്. അവിടെയും ആ ഒരു വിളി അവിടെ പേഴ്സോണിഫൈ ചെയ്യാണ് ഓഷനെ. ത്രൂ ഇറ്റ്സ് മൂവ്മെൻറ്റ് ഹാസ് എ വോയിസ് ദാറ്റ് ബെക്കൗണ്ട്സ്, അതിന് ആ മൂവ്മെൻറ്റിന് ഒരു
ഒരു വോയിസ് ഉണ്ടെന്ന് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു അർത്ഥമാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി, ചൂസ് ദ ടേംസ് ഫോർ ദ പോയറ്റിക് ഡിവൈസസ് ഫ്രം ദ പിക്ചർ ഗിവൻ ബിലോ ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദ അപ്രോപ്രിയേറ്റ് സ്പേസസ് ഇൻ ദ ടേബിൾ ബിലോ. ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയറ്റിക് ഡിവൈസസ് ഐഡൻറ്റിഫൈ ചെയ്യണം. അതേപോലെ അതിൻ്റെ ഒരു എക്സാമ്പിൾ പോയിട്ട് നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫസ്റ്റ് വൺ, ഇൻ ദിസ് ഫോം ഓഫ് ഇമേജറി ദ പോയറ്റ് അപ്പീൽസ് ടു ദ റീഡേഴ്സ് സെൻസ് ഓഫ് സൈറ്റ് ബൈ ഡിസ്ക്രൈബിങ് സംതിങ് ദാറ്റ് ക്യാൻ ബി സീൻ. സെൻസസിനെ ഉണർത്തുന്ന ടൈപ്പ് ഓഫ് ഒരു ഇമേജറിയാണ് ചോദിക്കുന്നത്. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് വിഷ്വൽ ഇമേജറി. ആൻസർ വിഷ്വൽ ഇമേജിനറിയാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് പോയിത്തന്നെ കണ്ടുപിടിക്കണം. ആൻഡ് ദ വീൽസ് കിക്ക് ആൻഡ് ദ വിൻഡ് സോങ് ആൻഡ് ദ വൈറ്റ്സ് സ്നെയിൽസ് ഷേക്കിംഗ്. നമുക്ക് ആ ഒരു ഇമേജ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. ഒരു വിഷ്വൽ ഇമേജ് നമുക്കത് തരുന്നുണ്ട്. ദിസ് ഫോം ഓഫ് പോയറ്റിക് ഇമേജറി അപ്പീൽസ് ടു ദ റീഡേഴ്സ് സെൻസ് ഓഫ് ഹിയറിംഗ് ഓർ സൗണ്ട്. അത് ഹിയറിംഗ് സെൻസിനെ ഉണർത്തുന്ന ടൈപ്പ് ഓഫ് ഇമേജറി കണ്ടുപിടിക്കാനായിട്ടാണ് വരുന്നത്. ഓഡിറ്ററി ഇമേജാണ് വരുന്നത് പോയറ്റിക് ഡിവൈസ്. അതിൻ്റെ ഒരു നമുക്കൊരു എക്സാമ്പിൾ പോയിട്ട് കണ്ടുപിടിക്കണം. ആൻഡ് ദ ഫ്ലങ് സ്പ്രേ ആൻഡ് ദ ബ്ലോൺ സ്പ്യൂം ആൻഡ് ദ സീഗൾസ് ക്രൈയിങ്. ആ സീകൾ ക്രൈ ചെയ്യുന്നതിൻ്റെ ഒരു ശബ്ദം നമുക്ക് പോയം വായിക്കുമ്പോഴത്തേക്കും ഫീൽ ചെയ്യാനായിട്ട് പറ്റും. Next one, in this form of imagery, the poet appeals to the reader's sense of touch by describing something the speaker of the poem feels. ഒരു ടച്ച് സെൻസറി ഉണർത്തുന്ന ടൈപ്പ് ഓഫ് ഇമേജറി. ഡെഫിനറ്റ്ലി അത് ടാക്ടൈൽ ഇമേജറിയാണ്. അപ്പോൾ ആ ഒരു ടച്ച് വരുന്നത് സ്റ്റാർ ടു സ്റ്റീർ ഹെർ ബൈ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ടാക്ടൈൽ ഇമേജറി. ഓക്കെ. Then a figure of speech in which two unrelated objects are described as being the same. രണ്ട് ബന്ധമില്ലാത്ത രണ്ട് അൺറിലേറ്റഡ് ഒബ്ജക്റ്റിനെ സെയിം ആണെന്ന് പറയുന്ന രീതിയിലുള്ള ഫിഗർ ഓഫ് സ്പീച്ച്. മെറ്റഫറാണത്. ദ സീ ഈസ് എ കോളിംഗ്. സീ ഒരു കോളിംഗ് ആണെന്ന് പറയുവാണ്. ഓക്കെ. ആ സീയും കോളിങ്ങും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഓക്കെ. എന്നിട്ടും സീ ഈസ് എ കോളിംഗ് എന്ന് സ്റ്റേറ്റ് ചെയ്യുവാണ്. സോ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് മെറ്റഫർ. നെക്സ്റ്റ് വൺ, എ ഫിഗർ ഓഫ് സ്പീച്ച് കമ്പയറിങ് ടു അൺലൈക്ക് തിങ്സ് യൂസിങ് ദ വേർഡ് ലൈക്ക് ഓർ ആക്സ്. ഒരു ബന്ധമില്ലാത്ത രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യുന്നു. ഇങ്ങനെ ലൈക്ക് അല്ലെങ്കിൽ ആസ് യൂസ് ചെയ്തുകൊണ്ട് രണ്ട് ബന്ധമില്ലാത്ത രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യുന്നു. അതാണ്. അപ്പോൾ ആ ഫിഗർ ഓഫ് സ്പീച്ച് സിംപ്ലിയാണ്. an എക്സാമ്പിൾ നമ്മൾ പോയിട്ടൊന്ന് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ദ വിൻഡ്സ് ലൈക്ക് എ വെറ്റഡ് നൈഫ്. വിൻഡിനെ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെയാണെന്ന് പറയുവാണ്. ലൈക്ക് എ വെറ്റഡ് നൈഫ്, കൂർത്ത കത്തി പോലെയാണെന്നാണ് പറയുന്നത്. റെപ്പിറ്റീഷൻ ഓഫ് ആൻ ഇനീഷ്യൽ കൺസണൻറ്റ് സൗണ്ട്സ് ഇൻ ദ വേർഡ്സ് വിത്ത് ആൻ അഡ്ജസൻറ്റ് ദാറ്റ് ആർ അഡ്ജസൻറ്റ് ടു ഈച്ച് അതർ. അതായത് ഇനീഷ്യൽ കൺസണൻറ്റ് സൗണ്ട് റെപ്പിറ്റീഷൻ വരുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ദ പോയറ്റിക് ഡിവൈസ് ഈസ് അല്ലിട്രേഷൻ. അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് കണ്ടുപിടിക്കാം. ദ വീൽസ് കിക്ക് ആൻഡ് ദ വിൻഡ് സോങ്. അവിടെ ഡബ്ല്യു നമ്മൾ റെപ്പറ്റീഷൻ വരുന്നുണ്ട്. ഇനീഷ്യൽ കൺസണൻ്റ് ആണ് ഡബ്ല്യു, അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ. അസോണൻസ് നെക്സ്റ്റ് വൺ, റെപ്പറ്റീഷൻ ഓഫ് ദ സെയിം ഓർ സിമിലർ വവൽ സൗണ്ട്സ് വിത്തിൻ ദ വേർഡ്സ്, ഫ്രേസസ് ഓർ സെൻറ്റൻസ്. സിമിലർ ആയിട്ടുള്ള വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നത് അടുത്തടുത്ത് വരുന്ന ഫ്രേസിൽ, സെൻറ്റൻസിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് അസോണൻസ്. നമുക്ക് ആൻസർ അസോണൻസ് ആണ്. പോയറ്റിക് ഡിവൈസ് അസോണൻസ് ആണ്. നമ്മുടെ എക്സാമ്പിൾ കണ്ടുപിടിക്കാം. ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ. അപ്പോൾ സോ വി ഹാവ് ഫൗണ്ട് ആൻ എക്സാമ്പിൾ ഫോർ അസോണൻസ്. ദെൻ നെക്സ്റ്റ് വൺ, റെപ്പറ്റീഷൻ ഓഫ് വേർഡ്സ്, ഫ്രേസസ് ഓർ ലൈൻസ് ഇൻ എ പോയം. അപ്പോൾ അതിൻ്റെ പോയറ്റിക് ഡിവൈസ് ഡെഫിനറ്റ്ലി റെപ്പറ്റീഷനാണ്. ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ, അത് ആ ഒരു ലൈൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ. പാറ്റേൺ ഓഫ് rhymes at the end of each line of the poem or song. റൈം, പാറ്റേൺ ഓഫ് റൈമിനെ നമ്മൾ റൈം സ്കീം എന്നാണ് പറയുന്നത്. നമ്മുടെ പോയത്തിൻ്റെ റൈം സ്കീം AABB ആണ്. A literary device that gives human characteristics to non-human and inanimate object. അതായത് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് നോൺ ഹ്യൂമൻ അല്ലെങ്കിൽ ജീവനില്ലാത്തവയ്ക്ക് ആ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഫ്രേസ് വരുന്നത്. അതിന് പറയുന്ന പോയറ്റിക് ഡിവൈസിൻ്റെ പേര് പേഴ്സോണിഫിക്കേഷൻ എന്നാണ്. നമുക്ക് എക്സാമ്പിൾ കണ്ടുപിടിക്കാം. ആൻഡ് ദ വിൻഡ് സോങ്, വിൻഡിൻ്റെ പാട്ട് എന്നാണ്. അതൊരു ഹ്യൂമൻ ക്വാളിറ്റിയാണ് പാട്ട് പാടാൻ കഴിയുക എന്നുള്ളത്. ആ ഒരു ക്വാളിറ്റി വിൻഡിന് കൊടുക്കുകയാണ്. സോ ദാറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് പേഴ്സോണിഫിക്കേഷൻ.
Activity 5. The central theme of the poem Sea Fever is speaker's irresistible longing for the sea and the life of adventure. Analyze and appreciate the poem, focusing on its theme, imagery and other poetic devices. ഇപ്പോൾ ഒരു അപ്രീസിയേഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ടാണ്. അപ്രീസിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത് പോയത്തിൻ്റെ സെൻട്രൽ തീം, ഇമേജറി, അതേപോലെ റെസ്റ്റ് ഓഫ് ദ പോയറ്റിക് ഡിവൈസസ് എംപ്ലോയ്ഡ് ഇൻ ദ പോയം ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാനായിട്ടാണ്. The poem Sea Fever by John Mansfield expresses the speaker's deep longing for the sea and the life of adventure. The central theme is his irresistible desire to return to the sea where he feels free and alive, his dreams of sailing under the open sky and facing the challenges of nature. The poem uses vivid imagery to describe the sea. We can picture the tall ship, the running tide, the here and the wind's song and the seagull's cry. These images make us feel like we are right there with the speaker, enjoying the beauty and excitement of the sea. The rhythm of the poem also mimics the movement of waves, adding to its charm. Mansfield also uses the repetition and alliteration to emphasize the speaker's strong feeling. The phrase, "I must go down to the seas again," is repeated, showing how much he longs for the sea. Alliterations such as "in the wind song" and "the white snail" makes the line more musical and enjoyable. Overall, The Sea Fever is a beautiful poem that captures the thrill and adventure of life at sea while making the readers imagine the sea's beauty and power. Activity number 6. The Sea Fever by John Mansfield is a poem that portrays a sailor's strong desire for the sea and his deep yearning for adventure. Find and read the poem Remember the Old Road by Ruskin Bond, available online, where the speaker associates an old road with a sense of adventure and memories of youth. Compare and contrast the themes and representations of the natural world in both the poems. ഇപ്പോൾ രണ്ട് പോയം തമ്മിലുള്ളൊരു കമ്പാരിസനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സീ ഫീവർ പോയം, ജോൺ മാൻസ്ഫീൽഡിലെ സീ ഫീവർ പോയം, അതേപോലെ റസ്കിൻ ബോണ്ടിൻ്റെ റിമെമ്പർ ദ ഓൾഡ് റോഡ്, ഈ രണ്ട് പോയം തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ്. സീ ഫീവർ നമ്മൾ ഓൾറെഡി കണ്ടു. റിമെമ്പർ ദ ഓൾഡ് റോഡ് എന്ന് പറഞ്ഞ പോയം അസോസിയേറ്റ് ചെയ്യുന്നത് ഒരു ഓൾഡ് റോഡും സെറ്റ്സ് ഓഫ് അഡ്വഞ്ചറും മെമ്മറീസ് ഓഫ് യൂത്ത് അങ്ങനത്തെ തീംസൊക്കെയാണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ രണ്ട് തമ്മിലുള്ള കമ്പാരിസണും ഒരു കോൺട്രാസ്റ്റും അതിൻ്റെ തീംസും റെപ്രസെൻറ്റേഷനും നാച്ചുറൽ വേൾഡിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന പോയംസാണ് രണ്ടും. അതിൻ്റെ ഒരു കമ്പാരിസനാണ് ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് ഡു ദ ആക്ടിവിറ്റി. The Sea Fever by John Mansfield, Remember the Old Road by Ruskin Bond. And the Remember the Old Road by Ruskin Bond talks about the adventure and the natural world. രണ്ടും നാച്ചുറൽ വേൾഡിലെ അഡ്വഞ്ചറാണ് കാണിക്കുന്നത്, ബട്ട് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്, രണ്ട് രീതിയിൽ. ഇൻ സീ ഫീവർ ദ സെയിലർ ലോങ്സ് ഫോർ ദ സീ, ഡിസ്ക്രൈബിങ് ഇറ്റ് ആസ് വൈൽഡ് ആൻഡ് എക്സൈറ്റിംഗ്. സീ ഫീവറിൽ ആ സെയിലറിൻ്റെ ലോങ്ങിങ് ആണ് കാണിക്കുന്നത്, ഒരു സീന് വേണ്ടിയിട്ടുള്ള ലോങ്ങിങ് ആണ്. And is wild and exciting. The ocean waves and the sky made him feel alive. ഓഷ്യൻ വേവ്സും അതേപോലെ സീയുമാണ് അദ്ദേഹത്തെ ഒരു പുതിയ ജീവൻ കൊടുക്കുന്നത്. ഹി വാണ്ട്സ് ടു എക്സ്പ്ലോർ ദ അൺനോൺ ഗൈഡഡ് ബൈ ദ സ്റ്റാർസ് ആൻഡ് ദ വിൻഡ്. ഒരു അറിയത്തില്ലാത്ത ഒന്നിനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഡീപ്പ് ഡിസയറാണ് നമ്മൾ പോയത്തിൽ കാണുന്നത്. ദ നാച്ചുറൽ വേൾഡ് ഇൻ ദിസ് പോയം ഈസ് പവർഫുൾ ആൻഡ് ഫുൾ ഓഫ് ഫ്രീഡം. ഇവിടെ കാണിക്കുന്ന നാച്ചുറൽ വേൾഡ് എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളാണ്. അതിൽ ധാരാളം ആയിട്ട് ഫ്രീഡം ആൻഡ് അഡ്വഞ്ചർ വരുന്നുണ്ട്. ഓൺ ദ അതർ ഹാൻഡ്, റിമെമ്പർ ദ ഓൾഡ് റോഡ് ബൈ റസ്കിൻ ബോണ്ട് ടോക്സ് അബൌട്ട് എ ക്വയറ്റ് റോഡ് ഇൻ നേച്ചർ ആൻഡ് ദ സ്പീക്കർ യൂസ്ഡ് ടു വാക്ക് ഓൺ. അപ്പോൾ സ്പീക്കർ എപ്പോഴും നടക്കുന്ന ഒരു ക്വയറ്റ് റോഡിനെ കുറിച്ചാണ് റിമെമ്പർ ദ ഓൾഡ് റോഡ് ബൈ റസ്കിൻ ബോണ്ട് എന്ന് പറഞ്ഞ പോയത്തിൽ നമ്മൾ കാണുന്നത്. ദ റോഡ് ബ്രിങ്സ് ബാക്ക് മെമ്മറീസ് ഓഫ് ഹിസ് യൂത്ത്. ആ ഒരു റോഡ് അദ്ദേഹത്തിൻ്റെ യൂത്തിലെ പഴയ കാലത്തെ ചെറുപ്പകാലത്തെ മെമ്മറീസാണ് കൊണ്ടുവരുന്നത്. ഇറ്റ് ഈസ് പീസ്ഫുൾ, സറൗണ്ടഡ് ബൈ ട്രീസ്, ബേർഡ്സ് ആൻഡ് മൗണ്ടൻ. കൂടുതൽ നേച്ചറോട് അടുത്തായിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്സാണ് ആ പോയത്തിലെ റോഡിലുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയിൽ കാണുന്നത്. അൺലൈക്ക് ദ റെസ്റ്റ്ലെസ് ഓഷൻ ഇൻ ദ സീ ഫീവർ, ദ ഓൾഡ് റോഡ് ഫീൽസ് കാം ആൻഡ് ഫെമിലിയർ. ആ ഒരു റെസ്റ്റ്ലെസ് അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്ര, അൺപ്രഡിക്റ്റബിൾ ആയിട്ടൊരു യാത്രയാണ് നമ്മൾ സീ ഫീവറിൽ കാണുന്നതെങ്കിൽ, ഒരു ഓഷൻ യാത്രയാണ് സീ ഫീവറിൽ കാണുന്നതെങ്കിൽ, ഓൾഡ് റോഡ് ഭയങ്കര ഫെമിലിയറാണ്, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള യാത്രയാണ്, ഒട്ടും തന്നെ അഡ്വഞ്ചറസ് അല്ല.
The speaker associate it with the comfort of memories and the connection to the past. അവിടെ സ്പീക്കർ അസോസിയേറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഒരു അഡ്വഞ്ചർ അല്ലെങ്കിൽ കോൾ ഫോർ ദ ഓഷൻ, ആ ഡീപ്പ് ഡിസയർ ഒന്നുമല്ല. കുറച്ചും കൂടെ പഴയ മെമ്മറീസിനെ ഒന്നുകൂടെ ഉണർത്തുന്ന ടൈപ്പ്, ഒരു കംഫർട്ട് മെമ്മറീസും പഴയ പണ്ടത്തേക്കുള്ള, അതായത് പാസ്റ്റിലേക്കുള്ളൊരു കണക്ഷനൊക്കെയാണ് കാണിക്കുന്നത്. Both the poem highlights the beauty of nature, but while the Sea Fever celebrates the wild and adventurous side. രണ്ട് പോയവും ഹൈലൈറ്റ് ചെയ്യുന്നത് നേച്ചർ, ബ്യൂട്ടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ സീ ഫീവർ കുറച്ചും കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒരു വൈൽഡ് അഡ്വഞ്ചറസ് സൈഡ് ഓഫ് ജേർണി ഒക്കെയാണ്. റിമെമ്പർ ദ ഓൾഡ് റോഡ് ചെറിഷസ് ദ പീസ്ഫുൾ ആൻഡ് നൊസ്റ്റാൾജിക് ഫീലിംഗ് ദാറ്റ് ദ നേച്ചർ ബ്രിങ്സ്. റിമെമ്പർ ദ ഓൾഡ് റോഡ് പോയം ചെറിഷ് ചെയ്യുന്നത് ഒരു പീസ്ഫുൾ അല്ലെങ്കിൽ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നേച്ചറിൽ അവിടെ കാണുന്നത്. ദ സീ റെപ്രസെൻറ്റ് എക്സൈറ്റ്മെൻറ്റ്. സീ എപ്പോഴും ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. ദെൻ വൈൽ ദ ഓൾഡ് റോഡ് റെപ്രസെൻറ്റ് ജോയ് ഓഫ് റിമെമ്പറിങ് ആൻഡ് ഹാപ്പി മൊമെൻറ്റ്സ് ഇൻ നേച്ചർ. നേച്ചറിൽ തന്നെയാണ്, പക്ഷേ ഓൾഡ് റോഡ് കുറച്ചും കൂടെ, റിമെമ്പറിങ് ഓൾഡ് റോഡ് എന്ന് പറയുമ്പോൾ ആ ഒരു പോയിന്റ് കുറച്ചും കൂടെ വരുന്നത് ഒരു ഹാപ്പി മെമ്മറീസ് ബാക്ക് ഇൻ യൂത്ത് ഒക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി ലെറ്റ്സ് പെർഫോം. ഇവിടെ വരുന്ന ഒരു കൊറിയോഗ്രഫി ആണ്. ഷാൽ വി നൗ ക്രിയേറ്റ് എ സ്ക്രിപ്റ്റ് ഫോർ ദ കൊറിയോഗ്രഫി ഓഫ് ദ പോയം സീ ഫീവർ. ലെറ്റ് സ്റ്റാർട്ട് ബൈ ഐഡൻറ്റിഫൈങ് ദ ഫീച്ചേഴ്സ് ഓഫ് കൊറിയോഗ്രഫി. ലിസ്റ്റ് ദം ഇൻ ദ ബോക്സ് ഗിവൺ. നമ്മൾ കൊറിയോഗ്രഫി ആണ് ആക്ടിവിറ്റി വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്യാരക്ടേഴ്സ് എഴുതുക. അതിന് മുന്നേ ഫീച്ചേഴ്സ് ഓഫ് കൊറിയോഗ്രഫി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ക്യാരക്ടേഴ്സ്, ഇവൻറ്റ്, ലോക്കലി. ഓക്കെ, അനദർ ഫീച്ചേഴ്സ് വരുന്നത് മൂവ്മെൻറ്റ്സ് ആണ്. വൺ ഓഫ് ദ ഫീച്ചർ, എങ്ങനെയാണ് അവർ മൂവ് ചെയ്യുന്നത്. ആക്ഷൻ ഈസ് അനദർ ഫീച്ചർ. റിതം ആൻഡ് ടൈമിംഗ് ഒരു ഫീച്ചറാണ്. പ്രോപ്പർട്ടി ഒരു ഫീച്ചറാണ്. കോസ്റ്റ്യൂംസ്, മ്യൂസിക്, ഇതൊക്കെ ഫീച്ചേഴ്സ് ഓഫ് കൊറിയോഗ്രഫിയാണ്. ഫസ്റ്റ് നമുക്ക് നോക്കാം ക്യാരക്ടേഴ്സ്. ഓൾറെഡി സി കൊടുത്തിട്ടുണ്ട്. അതർ ക്യാരക്ടേഴ്സ് നമുക്ക് കൊറിയോഗ്രാഫിയിൽ വരുന്നത് സെയിലേഴ്സാണ്, ക്രൂ മെമ്പേഴ്സാണ്. വിൻഡ്, സീ വേവ്സ്, ക്ലൗഡ്സ്, സീഗൾസ് ആൻഡ് സെയിലേഴ്സ് ഒക്കെ ക്യാരക്ടേഴ്സായിട്ട് വരും. ഇവൻറ്റ്സ് നമുക്ക് ഓൾറെഡി എ ഷിപ്പ് സെയിലിംഗ് ഒരു ഇവൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആക്ഷൻ വരുന്നത് ക്രൂ മെമ്പേഴ്സ് ഫോം എ ലൈൻ swaying side to side represent the ship moving through the water. അപ്പോൾ ആ ഒരു ആക്ഷൻ അവിടെ കൊടുക്കുക. മൂവ്മെൻറ്റ് വരുന്നത് ആസ് ദ സ്വേ ദേ ക്യാൻ റൈസ് ദെയർ ആംസ് ടു മിമിക് ദ സെയിൽ ക്യാച്ച് ദ വിൻഡ്. ഓക്കെ, അപ്പോൾ ഷിപ്പ് സെയിൽ ചെയ്യുന്നത് ആക്ഷനും മൂവ്മെൻറ്റും വരുന്നുണ്ട്. ക്രൂ മെമ്പേഴ്സ് ലൈനായിട്ട് നിൽക്കുക, രണ്ട് സൈഡിലേക്കും സ്വേവ് ചെയ്യുക. ദെൻ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഷിപ്പ് മൂവ് ചെയ്യുന്നതാണ് വെള്ളത്തിൽ കൂടി. അപ്പോൾ മൂവ്മെൻറ്റ് വരുന്നത് ആസ് ദ സ്വേ ദേ ക്യാൻ റൈസ് ദെയർ ആംസ് ടു മിമിക് ദ സെയിൽ ക്യാച്ചിങ് ദ വിൻഡ്. അങ്ങനെ ഒരു സെറ്റിംഗ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. വൈറ്റ് ക്ലൗഡ്സ് ഫ്ലൈയിങ് ആണ് നെക്സ്റ്റ് ഇവൻറ്റ്. അവിടെ ആക്ഷൻ വരുന്നത് ഡാൻസേഴ്സ് പോർട്രേയിങ് ക്ലൗഡ്സ് മൂവ് ഗ്രേസ്ഫുള്ളി അക്രോസ് ദ സ്റ്റേജ് സ്വിർലിംഗ് ആൻഡ് ട്വിർലിംഗ് അബൌവ് ദ ഷിപ്പ്. ഇപ്പോൾ ഡാൻസേഴ്സിനെ അവിടെ കൊണ്ടുവരിക, ക്ലൗഡ്സായിട്ട് പോർട്രേ ചെയ്യാം സ്റ്റേജിൽ, അത് നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. വുമൻസ് യൂസ് ഫ്ലോയിങ് ആം മൂവ്സ് ടു ദ ഷോ ദ ക്ലൗഡ്സ് ഡ്രിഫ്റ്റിംഗ് ഇൻ ദ സീ. ഇപ്പോൾ നമ്മളൊരു മൂവ്മെൻറ്റ് അവിടെ കൊണ്ടുവരുവാണ്, ഫ്ലോയിങ് ആംസ് മൂവ്മെൻറ്റ് കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്കൊരു ക്ലൗഡ്സ് ഡ്രിഫ്റ്റ് ചെയ്യുന്ന പോലെ അവിടെ ഒരു എഫക്റ്റ് കൊണ്ടുവരാം. ഫോളോ റോവർ ഷെയറിങ് സ്റ്റോറീസ്. ക്രൂ മെമ്പേഴ്സ് ഗ്യാദർ ഇൻ എ സർക്കിൾ. ക്രൂ മെമ്പേഴ്സിൻ്റെ നമുക്ക് ഓൾറെഡി ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരു സർക്കിളിൽ കൊണ്ടുവരാം. അനിമേറ്റഡ്ലി ഷെയറിങ് എ ടീൽ ഓഫ് അഡ്വഞ്ചർ. വൺ ഓഫ് ദ ക്രൂ മെമ്പേഴ്സ് ദേ ക്യാൻ ഷെയർ എ സ്റ്റോറി ഓവർ ദെയർ. യൂസ് എക്സ്പ്രഷൻ, ഹാൻഡ് ജസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻ ടു കൺവേ എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കാണിക്കാനായിട്ട് ഒരു മൂവ്മെൻറ്റും ഹാൻഡ് ജസ്റ്റേഴ്സും സ്റ്റോറി പറയുന്ന രീതിയിൽ ഫേഷ്യൽ എക്സ്പ്രഷൻസൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും ആ ഒരു സീൻ പെർഫെക്റ്റ് ആവും. അതർ ഫീച്ചേഴ്സ് നമുക്ക് കൊറിയോഗ്രഫിയിൽ വേണ്ട അതർ ഫീച്ചേഴ്സ് വരുന്നത്. ദെൻ മ്യൂസിക്, ഡെഫിനറ്റ്ലി ചൂസ് എ അപ്ലിഫ്റ്റിംഗ് സീ ഷാൻഡി ആൻഡ് ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് ടു സെറ്റ് ദ മൂഡ്. അപ്രോപ്രിയേറ്റ് ആയിട്ടൊരു മ്യൂസിക് കൊടുക്കാം. കോസ്റ്റ്യൂംസ് കൊടുക്കാം. സിമ്പിൾ സെയിലേഴ്സ് ഔട്ട്ഫിറ്റ് ഫോർ ദ ക്രൂ, ഫ്ലോട്ടിംഗ് ഫാബ്രിക്സ്. Then clouds and blue or green colors for the sea waves. Appropriated props. Use a large cardboard cutout of a ship and scarves off for the crowd and waves. ഒരു സ്കാർബ്സ് ഒക്കെ കൊണ്ടുവരാം ക്ലൗഡ്സിനും വേവ്സിനും. അതേപോലെ കാർഡ്ബോർഡ് കട്ട് ചെയ്ത് നമുക്ക് ഷിപ്പ്